Hello guys, welcome back to yet another episode of Floaty. It's me, അഖില. കുറച്ച് പേര് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കണ്ടിട്ട് എന്നോട് ചോദിച്ചതിൻ്റെ ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ഹെയർ സ്റ്റൈലിങ് വീഡിയോ ഇട്ടത്. അതിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് 10K വ്യൂവേഴ്സ് ആയപ്പം ഐ വാസ് ലൈക്ക് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഐ എം സോ ഹാപ്പി. ഓൾസോ ചെറിയ സബ്സ്ക്രൈബ് ഇത്രയും വ്യൂവേഴ്സും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ്. ഈ കണ്ട നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബും കൂടി ചെയ്യാമായിരുന്നു. ഓക്കെ, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പറ്റിയ ഹെയർ സ്റ്റൈലിങ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളാം. ഓക്കെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ബ്രൈഡ്സിനൊക്കെ പറ്റിയ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലൊന്നുമല്ല. നമുക്ക് ഒരു ഫങ്ഷനൊക്കെ വരുമ്പം പലർക്കും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അത് ഭയങ്കര ടൈം എടുക്കുന്ന പരിപാടിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ജസ്റ്റ് അയച്ചിടുക, അല്ലെങ്കിൽ എല്ലാം കൂട്ടി ഒരു പോണിറ്റെയിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. സോ ഞാൻ സിമ്പിളായിട്ട് ഒരു ബ്രൈഡൽ ലുക്കുള്ള ഒരു ഹെയർ സ്റ്റൈൽ 2-3 കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഓപ്പൺ ഹെയർ എടുക്കുക. നിങ്ങൾ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ എടുക്കാം, അല്ല സൈഡാണ് എടുക്കുന്നെങ്കിൽ സൈഡ് എടുക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ്. എന്നിട്ട് ഇനി ഞാൻ ഇവിടെ വെക്കാൻ വയ്ക്കും. ഇനി നമ്മൾ ഹെയർ ഞാൻ സൈഡാണ് എടുക്കാറ്, അതുകൊണ്ട് നമുക്ക് സൈഡ് എടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പോർഷനിൽ ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ കെട്ടി വെക്കാം. അല്ലാത്ത പക്ഷം ക്ലിപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എൻ്റെ ഫ്രിസി ഹെയറാണ്, ആ ഒരു പ്രശ്നം ഉണ്ടാവും. കുറച്ച് പോർഷൻ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് അപ്പ് ചെയ്യുക, കണ്ടോ? എന്നിട്ട് ഇവിടുന്ന് കുറച്ചെടുക്കുക. ഈ ട്വിസ്റ്റ് ചെയ്ത മുടി നമ്മൾ മറ്റേ കയ്യിലുണ്ട് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക. കുറച്ച് ട്വിസ്റ്റ് ചെയ്യുക, പിന്നെയും കുറച്ച് പോർഷൻ എടുക്കുക, ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക. അതും കൂട്ടി ട്വിസ്റ്റ് ചെയ്യുക. കുറച്ച് മതി. ഇവിടെ വരെ എത്തുമ്പോൾ നമുക്ക് ഒരു സ്ലൈഡ് വെച്ചിട്ട് അത് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. സെയിം ഇപ്പുറത്തെ സൈഡും കുറച്ച് പോർഷൻ എടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ കുറച്ചുകൂടി എടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യാതെ കുറച്ചും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും. ഇതും കുറച്ച് ഇവിടം വരെ എത്തുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോർഷൻ വരെ എത്തുമ്പോൾ പിന്നെ ഒരു സ്ലൈഡ് എടുക്കുക, സെക്യൂർ ചെയ്യുക. കൂട്ടിയെടുത്തിട്ട് ഒരു ബ്ലാക്ക് റിബ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കളറാകുമ്പോൾ ചിലപ്പം കാണും ഭയങ്കരമായിട്ട് എടുത്ത് പിടിക്കും. ബ്ലാക്ക് എടുക്കുക, എന്നിട്ട് കൂട്ടി കെട്ടിവെക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സ്ലൈഡ് എടുത്ത് കളയാം. നമ്മളിവിടെ സെക്യൂർ ചെയ്ത് വെച്ച് സ്ലൈഡ് എടുക്കാം. സ്ലൈഡ് എടുത്ത് കഴിഞ്ഞാൽ ഹെയർ നോക്കുന്ന സമയത്ത് ഹെയറിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാരിങ്ങനെ, ഓ ഇതെങ്ങനെയാണ് ഹെയറിൽ ഒരു സ്ലൈഡോ പിന്നെ ഒന്നുമില്ലാതെ എന്ന് തിങ്ക് ചെയ്യും.
ഇനി ഇത് ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയില്ലേ? അപ്പം ഈ ഒരു ഹെയർ സ്റ്റൈല് നമുക്കിത് ഇതുപോലെ സിമ്പിളായിട്ട് ബ്രൈഡലായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് മുല്ലപ്പൂവോ അല്ലെ എന്തെങ്കിലും ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഇപ്പം കുറേ ഐറ്റംസ് ഇങ്ങനെ ഹെയറിൽ വെക്കുന്നത് കിട്ടുമല്ലോ, അങ്ങനത്തെ ഒക്കെ വെച്ച് ചെയ്യാം. അല്ലാതെ ഇതുപോലെ സിമ്പിളായിട്ടും ചെയ്യാം. പിന്നെ ഇതിന് നമുക്ക് പ്ലീറ്റ് ചെയ്യാൻ പഠിക്കേണ്ട ആവശ്യവുമില്ല. സോ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നമുക്ക് അടുത്തത് കണ്ടാലോ? ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ സ്റ്റൈലിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോർഷൻ എടുക്കാമെന്നാണ്. പക്ഷേ ഞാൻ ഇതിൽ സെൻറ്റർ പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നമ്മൾ പ്ലീറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പം ഈക്വലായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത്. സോ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഞാൻ എടുത്തു. ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഉണ്ടോ? ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് വെച്ചാൽ ഇത് പോയി പോകാതിരിക്കാനാണ് കേട്ടോ. അതുപോലെ ഈ സൈഡും ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് സ്ലൈഡ് ഇങ്ങനെ എന്നിട്ട് ഈ ഫുൾ ഹെയറും
കൂടിയിട്ട് ഈ ഫുൾ ഹെയർ ഇതാ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഞാൻ ബാക്കിൽ കെട്ടിയ പോർഷൻ ഉണ്ടല്ലോ അത് ഹൈ പോണിയിൽ കിട്ടാം, ലോവും കെട്ടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ടൈറ്റ് ചെയ്ത് വെക്കാം. ലോ ആണ് അധികം ട്രഡീഷണലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്യൂട്ടാവുക എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് കംഫേർട്ട് ഇഷ്ടം അതൊക്കെ നോക്കിയിട്ട് അത് ലോവോ ഹൈയോ സെൻറ്ററോ എവിടെ വേണമെങ്കിലും ചെയ്യും. ദെൻ ഈ ഒരു പോർഷനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് അല്ല ആ ദെൻ ഇത് കൊടുത്താണ്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കിൽ ആദ്യം സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ രണ്ടായിട്ടാണ് എടുക്കുന്നത്. ഈ ബാക്കിലുള്ള ഹെയർ ഇതുപോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇതിപ്പോൾ കുറേ തിക്കായിട്ടുള്ള ഹെയർ ആണെങ്കിൽ 3 or 4 ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത് പ്ലീറ്റ് ഇതിപ്പം പിന്നിട്ടതുപോലെ അടുത്ത ഹെയർ എടുത്തിട്ട് പിന്നിടാം. ഇനി ഇത് നമുക്ക് ഒരു സ്ലൈഡ് വെച്ച് റൗണ്ടിൽ സെക്യൂർ ചെയ്യും. ഇത് നൈസ്, ഇത് ഭയങ്കര ടൈറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പിന്നിയിട്ടത്. അത് നമുക്കൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു മെസ്സി ബൺ ഹെയർ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക്.
സ്ലൈഡ് വെച്ചിട്ട് അതൊരു മെസ്സി ബൺ ഹെയർ സ്റ്റൈൽ പോലെ നമുക്കിങ്ങനെ സ്ലൈഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ഫ്രണ്ടിലുള്ള ഈ പോർഷനാണ്, ഇത് ഞാൻ കാണിച്ചു തരാം. സൈഡ് ചെയ്തതുപോലെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്യുക. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. സെയിം ഹെയർ സ്റ്റൈലാണ്, പക്ഷേങ്കിൽ ഈ ഒരു മുടി നമ്മൾ നേരത്തെ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ദേ ഇവിടെ കണ്ടോ, ഇതുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു മെസ്സി ബൺ ഹെയർ സ്റ്റൈലായിട്ടൊക്കെ വിചാരിക്കാം. ബാക്കിൽ ഫ്രണ്ടിൽ കുറച്ചുകൂടി നല്ല രസമുണ്ടാവും. ഹിന്ദി മൂവീസിലൊക്കെ മൂവീസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, അതുപോലെ നിങ്ങൾക്ക് തോന്നും. പിന്നെ നമുക്ക് ബ്രൈഡൽ ലുക്കിന് വേണ്ടി ഇവിടെ ഒരു നെറ്റിച്ചുട്ടിയൊക്കെ വയ്ക്കും. നെറ്റിച്ചുട്ടി എന്നല്ലേ പറയാ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക, കമൻറ്റ് ബിലോ. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു ടാടാ, ഞാൻ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ബ്രൈഡൽ ഹെയർ സ്റ്റൈലാണ്. ഇതുപോലെയുള്ള ഹെയർ സ്റ്റൈൽ ഇനിയും നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ മേക്കപ്പിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ ലുക്ക് ഇതുപോലെയാണ്. ഈ ഒരു ലുക്കാണെങ്കിൽ ഇതിൽ ഫൗണ്ടേഷൻ, കൺസിലർ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കണ്ണെഴുതുന്നു, പൊട്ട് തൊടുന്നു, ലിപ്സ്റ്റിക്ക്, പിന്നെ ഇടയ്ക്ക് ഞാൻ ബ്ലഷ് ഇടും. ഇട്ടിട്ടില്ല, ഒന്നും കാണുന്നില്ലല്ലോ, അങ്ങനെ അത്രയേ ഉള്ളൂ. അത് കാണണമെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ലിപ്സ്റ്റിക് ഷെയ്ഡ്, ഐലൈനർ ചെയ്യുന്ന രീതി, അങ്ങനത്തെ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടുപോകുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല.
സോ മറക്കരുത്, ബെല്ലഴിക്കണം, അടിച്ചു പൊട്ടിച്ചോ. ഓക്കെ, ബൈ.